ഷൂട്ട് കഴിഞ്ഞ് ഞാനിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ എന്ത് ഓർഡർ ചെയ്യുന്നു ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർഡർ ചെയ്യണ്ടല്ലോ വെറുതെ എന്തിനാ ഒന്ന് പുറത്ത് വിട്ടിട്ട് കഴിക്കാമെന്ന് ഓർത്ത് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉച്ചയാകുമ്പോഴേക്കും വിശന്ന് വയറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ കേൾക്കാൻ തുടങ്ങി. സാധാ നോർമൽ നമ്മുടെ റൈസും അതുപോലെ തന്നെ ദാൽ കറി പിന്നെ അതുപോലെ തന്നെ കേർഡ് റൈസ് ഇത്രയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫുള്ളൊന്നും എനിക്ക് എന്തായാലും പോവില്ല. എനിക്ക് കേർഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പഴയടം രുചിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ യദുവേട്ടൻ്റെ പഴയടത്തിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് കേർഡ് റൈസാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത്. പിന്നെ കൂടെ ഇത്തിരി മാങ്ങക്കറിയും കൂടി ഉണ്ടാവും കേട്ടോ. അതും കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ കേർഡ് റൈസ് അങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇവിടെ ഇത് ഉണ്ടെന്ന് കേട്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ദാൽ കറിയും കൂടെ കൂട്ടി മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്വാദുണ്ടായിരുന്നു. ഞാനിത് വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഡോർ കർട്ടനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഡോറൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിച്ചണിൽ നിന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കിടക്കാനാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല രസമാണ്. ഇങ്ങനെ ഫ്രില്ല് പോലെ പല മൾട്ടി കളറായിട്ടുള്ള ഇതാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോ കാണിക്കാൻ ഡോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് തന്നേ ഉള്ളൂ. ഡോർ ഇല്ലാത്ത ഏരിയയിൽ ജസ്റ്റ് ഇതൊക്കെ വെച്ച് കവർ ചെയ്താൽ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഒരു പ്രീമിയം ലുക്ക് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിൽ മേലെ ടാഗ് ചെയ്യാം. അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെയുണ്ട് അമ്മയെ നല്ല ഭംഗിയില്ലേ? എല്ലാം പറയാം അമ്മ സൂപ്പറായിട്ടുണ്ട്. യെല്ലോ പിങ്ക് അങ്ങനെ പല കളേഴ്സിലുള്ളതുകൊണ്ട് വേറൊരു സെറ്റും ഉണ്ട്. ഞാൻ എന്തായാലും റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്യാം. ഞാനിതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛൻ പറയാം ഇത് കഴിഞ്ഞില്ലേ എന്നാൽ ഞാൻ അങ്ങോട്ട് മാറി തരാട്ടോ പറയായിരുന്നു അച്ഛൻ.